Hello, good afternoon, Gayatri, Sri Ganesh. ബാക്കിയുള്ളവർ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് പേര് പറഞ്ഞു വിളിച്ചത്. ഗായത്രി, good afternoon. Good afternoon, ma'am. Yes, Ganesh, Sabita, കുറച്ചു പേരേ ഉള്ളൂ, അതുകൊണ്ട് ഗ്രീഷ്മ. Good afternoon. Good afternoon, ma'am. Sorry. Good afternoon. Gayatri. Hello. Gayatri. Hello, ma'am. ഡാൻസർ ആണോ? അല്ല. ഡാൻസ് ലവർ ആണോ? ഇഷ്ടാണ് കളിക്കാൻ, അതാണ് പഠിച്ചിട്ടുണ്ട് കുറച്ചു നാള്. ഞാൻ ഇത് കണ്ടപ്പോ ചോദിച്ചതാണ്. ഡാൻസ് കളിക്കുന്നത് കാണുന്നത് നമുക്ക് ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. പേഴ്സണലി ഒന്നും നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നില്ലല്ലോ, സമയം നമുക്ക് വളരെ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള സമയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പേഴ്സണലി ഒന്നും കുട്ടികളുമായിട്ടൊന്ന് പരിചയപ്പെടാനൊന്നും പറ്റുന്നില്ല. കുട്ടികൾ ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഓപ്പൺ ആക്കിയപ്പോ വളരെ കുറച്ച് പേരുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പരിചയപ്പെടാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അടുത്തൊരു ടോപ്പിക് ആണ് അല്ലെ, എംപ്ലോയി ഡിസിപ്ലിനിലേക്ക് കടന്നോ? ശരിയാണോ? യെസ്, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് എംപ്ലോയീസിന്റെ എന്താ പറയാ, അവരുടെ അവർക്കുണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെ, ഒരു തൃപ്തിക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ, ആ ഒരു വിഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ബിഗിനിങ് പാർട്ടിലുള്ളത്. അത് കഴിഞ്ഞു അടുത്ത ടോപ്പിക്കാണ്, ഇതേ ചാപ്റ്ററിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് എംപ്ലോയി ഡിസിപ്ലിൻ. അടുത്ത ഒരു ടോപ്പിക് കൂടി ഉണ്ട്, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വലിയ ചാപ്റ്ററിലുള്ളത്. സോ നമ്മുടെ എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ തുടങ്ങിയത്. ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ അല്ലെ, ഡിസിപ്ലിൻ അതിപ്പോ എംപ്ലോയീസിന് മാത്രമല്ല, ഇറ്റ്സ് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഫോളോ സം ഡിസിപ്ലിൻ ഇൻ ദ സിറ്റുവേഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് വേർ ദേ ആർ. നമ്മൾ ഓരോരുത്തരും ഏതവസ്ഥയില് ഏത് സ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡിസിപ്ലിൻ ഉണ്ട്. അതെല്ലാവരും മിക്കവാറും ഫോളോ ചെയ്യാനും കീപ്പപ്പ് ചെയ്യാനും ഉപയോഗിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ കുറച്ച് വലുതായി കൊച്ചുകുട്ടികൾ ഇച്ചിരി വലുതായി വരുമ്പോ അവരെ നമ്മൾ പല ഡിസിപ്ലിൻസ് പഠിപ്പിക്കാറുണ്ട് അല്ലെ. കാരണം നമുക്കറിയാം നമ്മൾ ഇവരെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകേണ്ടവരാണ്. സോ അവിടെ ചെല്ലുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊരു ചെറിയ ട്രെയിനിങ്, അങ്ങനെയുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള ഡിസിപ്ലിൻ എങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് അല്ലെ. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഇതുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുങ്ങൾ അത്തരം മിസ്കണ്ടക്ട് എന്തെങ്കിലും ബിഹേവിയറിൽ ഇങ്ങനെയുള്ള ചില ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്താല് ഒബിയസ്ലി നമുക്കറിയാം അത് പാരന്റ്സിലേക്കായിരിക്കും തിരിച്ചു വരിക. Similarly, in an organization also employees have to follow some terms and conditions and also rules and regulations, which is called discipline. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലും ഇതുപോലെ തന്നെ എംപ്ലോയീസ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. വൈൽ പെർഫോമിംഗ് ദർ ഡ്യൂട്ടീസ്, നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ഇഷ്ടംപോലെ ജോലി ഉണ്ട് ചെയ്യാൻ. ആ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ അവർ മൈൻഡ്സ്. അവിടുത്തെ റൂൾസ്, നിയമങ്ങൾ നമ്മുടെ എന്താ പറയാ മൈൻഡിൽ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോ അതിനൊരു ടൈമിംഗ് ഉണ്ടായിരിക്കും. എപ്പോഴെങ്കിലും വന്ന് നിങ്ങളുടെ ജോലി തീർത്ത് പോയാൽ മതി എന്നൊരു രീതിയല്ല അല്ലെ. ഇന്ന ടൈമിൽ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചേരണം, ഓഫീസിൽ എത്തിച്ചേരണം, ഡ്യൂട്ടിക്ക് നമ്മൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലീവ് ചെയ്യുന്ന സമയത്തിനും ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ഹാഫ് ബ്രേക്ക്, അതായത് നമ്മുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയം, അതിനും ഒരു സമയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ രീതി, ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എല്ലായിടത്തും ഒരേ പാറ്റേൺ ആയിരിക്കില്ല ഫോളോ ചെയ്യുക അല്ലെ. ചില സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ എങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓരോ ഓർഗനൈസേഷന് ഉണ്ടായിരിക്കും.
അപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന് എന്തുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അത് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. That means if we are following such rules and regulations or keeping in our mind the rules and regulations of the organization and performing our duties, it is called the employees disciplines. അങ്ങനെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പറയാം ആ എംപ്ലോയി ഡിസിപ്ലിൻഡ് ആണ്. അതല്ല ഇതിലോ ഇൻഡിസിപ്ലിൻഡ് ആണ്, അല്ലെ? അതല്ല, തോന്നിയ സമയത്ത് വരുന്നു, ജോലിക്ക് വരുന്നു, ജോലി ചെയ്യുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഇറ്റ്സ് നോട്ട് ഇൻ കറക്റ്റ് ടൈം, അക്യുറേറ്റ് ആയിട്ടുള്ള പങ്ക്ച്വൽ ആയിട്ടുള്ള ടൈമിലല്ല വരുന്നത്. ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാതെ സമയത്തില്ല, എന്തായാലും ജോലിയിൽ വീഴ്ചയുണ്ട്, പക്ഷെ എങ്കിലും അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ജോലി ചെയ്യേണ്ടത്. ക്ലിയർ ആയോ ആ ഒരു കുഞ്ഞു പാരഗ്രാഫ്? സോ വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കി ജോലി ചെയ്യിപ്പിക്കുക എന്നാണ്. ഡിസിപ്ലിൻഡ് ആക്കി. അപ്പൊ എംപ്ലോയീസ് എപ്പോഴെങ്കിലും ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്താൽ ഇറ്റ് ഈസ് അപ് ടു ദ മാനേജ്മെന്റ് ടു ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. അതായത് അങ്ങനെ ആരെങ്കിലും എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ അത്തരം എംപ്ലോയീസിനെ, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം പേരൊക്കെ ഉണ്ടെങ്കിലും അവരെ അതിലേക്ക് കൊണ്ടുവരിക, ഡിസിപ്ലിൻഡ് ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ദ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഗിവ്സ് മോർ ഔട്ട്പുട്ട്, മോർ പ്രൊഡക്ടിവിറ്റി. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവര് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട്, നല്ല ഉൽപാദനക്ഷമത എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയിൽ നല്ലൊരു ഔട്ട്പുട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അപ് ടു ദ ഡെവലപ്മെന്റ് ഓർ ഗ്രോത്ത് ഓഫ് ദ ഇൻഡസ്ട്രി ഓർ ഓർഗനൈസേഷൻ. അത് മാത്രമല്ല, ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, അവർ നല്ല പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നു, അത് എന്തിലേക്കാ എന്നിട്ട് വഴിതെളിക്കുക, ഇറ്റ് ലീഡ്സ് ടു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അത് ആ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്കാണ് കാരണമാകുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആണ്. ആ ഗ്രോത്തിലേക്ക് എത്താൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വല് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഡിസിപ്ലിൻ ആണ് അപ്പൊ സൂക്ഷിച്ച കാര്യം. അപ്പൊ ഡിസിപ്ലിൻ ആണ് എന്തിനെ അവരെ പ്രകടിപ്പിക്കുന്നത്, ഹാവ് കം ടു വർക്ക് ഇൻ എ കോർഡിനേറ്റഡ് മാനർ. എല്ലാവരും കൂടി ഒരുമിച്ച് ജോലി ചെയ്ത് ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റിലേക്ക്, ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം നേടിയെടുക്കാൻ, എളുപ്പത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഡിസിപ്ലിൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പറഞ്ഞതായിരുന്നോ? അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണേ അല്ലേ? പറഞ്ഞല്ലോ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം നമുക്ക്. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു, ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? കുഞ്ഞൊരു പാരഗ്രാഫ് അടുത്ത 2 പേജിലായിട്ട് കിടക്കുന്നത്. എനിപ്പടി എന്തെങ്കിലും വേഗം പറയണം. ഓക്കെ, വളരെ കുറച്ച് പേരുകളൊക്കെ, മഴയൊക്കെ ആയതുകൊണ്ട് അത് ക്ലാസ്സില് കുട്ടികൾ കുറവാണ്. അത് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ എന്റെ? ഓക്കെ, മനസ്സിലായോ ഇത്രയും ഭാഗം? ഓക്കെ, അത് നെറ്റ് കണക്ഷനിൽ എന്തെങ്കിലും ഇത് വരുന്നുണ്ടോന്ന് കൂടി ചെക്ക് ചെയ്യാനാണ് ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കണേ. ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേക്കണേ, അതിന് നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തത് വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് പറഞ്ഞ ആ പാരഗ്രാഫിൽ അടുത്ത രണ്ടാമത്തെ സെന്റൻസ്, ഡിസിപ്ലിൻ എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി capable of facing competitions. ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, ഓർഗനൈസേഷനിലെ മറ്റ് എംപ്ലോയീസ് നമ്മളോട് കോമ്പീറ്റ് ചെയ്താലും അതിനൊക്കെ വളരെ ലാഘവത്തോടെ ഫേസ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും പറ്റും. ഡിസിപ്ലിൻഡ് എംപ്ലോയീസിന് മാത്രമേ അത് സാധിക്കുള്ളൂ, അല്ലെ? തോന്നിയ പോലെ വരുന്നു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള എംപ്ലോയീസിന് നല്ല പ്രൊഡക്ടിവിറ്റി തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത് വരുമ്പോ, കോമ്പറ്റീഷൻസ് വരുമ്പോ പിന്തിരിഞ്ഞു പോകേണ്ടി വരും. അവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നോട്ട് ഓൺലി capable of facing competitions but also result in higher productivity and industrial growth. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് 2 ഡെഫിനിഷൻസ് ആണ് which is provided by Dale S. Beach and Gary Dessler. രണ്ടാളുകള് ഈ എന്താ പറയാ നമ്മുടെ ഡിസിപ്ലിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെഫിനിഷൻസിനൊന്നും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് അധികാരമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. Discipline regulates by reward or penalty the human behavior. മനുഷ്യന്മാരുടെ പെരുമാറ്റത്തിന്
എന്ത് ചെയ്യുന്നു, പെരുമാറ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ എന്തിനു കഴിയും, ഡിസിപ്ലിന് കഴിയും. അതായത് നമ്മളിപ്പോ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഞാൻ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, ഇറ്റ്സ് അപ്പോൺ മീ, അത് എന്നിലാണ്. പക്ഷെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ ഐ വിൽ ബിഹേവ് ഇൻ എന്താ പറയാ ഡീസന്റ് മാനർ, അല്ലെ, നല്ല രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മറ്റുള്ളവരോട് നമ്മുടെ വീടുകളിൽ പെരുമാറുന്ന രീതിയല്ല നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ മറ്റു കോവർക്കേഴ്സിന്റെ കൂടെയൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ വേറെയാണ്, അല്ലെ, രീതികൾ വ്യത്യാസമുണ്ട്. ബിക്കോസ് ഒരു സൊസൈറ്റിയില്, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ബിഹേവ്, ഹൗ വി ബിഹേവ്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇത് സെയിം വേ അല്ല നമ്മൾ നമ്മുടെ വീടുകളിൽ, സ്വന്തം വീടുകളിൽ പെരുമാറുക. ബിഹേവിയറൽ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയല്ലല്ലോ, പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെഗുലേറ്റഡ് മാനറിൽ, ഒരു കൺട്രോൾഡ് മാനറിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു എല്ലാവരും കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണമാണ്, എന്തെങ്കിലും നമ്മളിപ്പോ ഇച്ചിരി മാറി കഴിഞ്ഞപ്പോ ഒത്തിരി എന്താ പറയാ മൈൻഡൊക്കെ ഇങ്ങനെ ഡിപ്രസ്ഡ് ആകുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ഫോണിൽ കോളോ അങ്ങനെ എന്തെങ്കിലും വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എന്താ പറയാ കുറച്ച് മയത്തില്, അല്ലെങ്കിൽ എന്താ പറയാ ഇത് നമുക്കിവിടെ ഈ സമയത്തൊക്കെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയമാണ്, നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ അധികം ഉപയോഗിക്കാൻ പാടില്ല ഫോണൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഫോൺ വരുമ്പോ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് നീണ്ട പ്രസംഗം നടത്തോ, മണിക്കൂറുകളോട് സംസാരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിരിക്കുകയാണ്, കുറെ നാളുകളായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവനും ചോദിച്ച് ഇങ്ങനെ ഇരിക്കും വീട്ടിലാണെങ്കിൽ. കാരണം നമുക്ക് അവിടെ അങ്ങനെ ബിഹേവ് ചെയ്യാം, കുഴപ്പമില്ല. ബിക്കോസ് ഇറ്റ്സ് അവർ പേഴ്സണൽ സ്പേസ്, നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണത്. അതേസമയം നമ്മളൊരു ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ടൈം ആണ്, നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് ഫ്രണ്ട് വിളിക്കുകയാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെ അതേപോലെ തന്നെ സംസാരിക്കില്ല. ഇപ്പൊ ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കും. കാരണം അത് നമ്മുടെ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. കാരണം അവിടെ നമ്മൾ ഒരുപാട് കാര്യം എന്താണോ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞ് നമ്മളത് അവിടെ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇല്ലേ, അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയാണോ? സോ ഡിസിപ്ലിന് അങ്ങനെ ഒരു ഇതുണ്ട്, എന്ത്, ഇറ്റ് റെഗുലേറ്റ്സ് അവർ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ അവിടെ റെഗുലേറ്റ് ചെയ്യാണ്. കാരണം ആസ് നമ്മൾ എവിടെയാണോ വീട്ടിൽ ചെയ്ത പോലെയല്ല നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളില് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മേ ബി ഡിസിപ്ലിൻ may provide reward and at the same time maybe penalty. ആ ഡിസിപ്ലിൻ ആകുന്ന ആ ബിഹേവിയറിനെ നമ്മൾ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം ഒന്നുകിൽ അതൊരു റിവാർഡിന്റെ ഫോം ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പെനാൽറ്റി ആയിരിക്കാം. അപ്പൊ ഡിസിപ്ലിന് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഭാഗമായിട്ട് മേ ബി പ്രൊവൈഡഡ് ബൈ റിവാർഡ് ഓർ പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി. എന്താണ്, ഇപ്പൊ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഒക്കെയാണ്, വളരെ മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് എല്ലാം പങ്ക്ച്വലായിട്ട് ഒരു എന്തെങ്കിലും ഒരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാനില്ല, അങ്ങനെ ഒരു എംപ്ലോയി ആണെങ്കിൽ അങ്ങനെ അവരെ എന്ത് ചെയ്യും, റിവാർഡ് കൊടുക്കും. എങ്ങനെ, എല്ലായ്പ്പോഴും റിവാർഡ് മോണിറ്ററി ടേംസിൽ തന്നെ കൊടുക്കുന്നൊന്നുമില്ല കേട്ടാ. നീ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ മാസം മുഴുവൻ പെരുമാറി, അതുകൊണ്ട് നിനക്ക് ഇത്ര രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മോണിറ്ററി ടേംസ് അല്ല. അങ്ങനെയുള്ള റിവാർഡ് എന്ന് പറയുന്നത് ചിലപ്പോ മേ ബി ആൻ അപ്രീസിയേഷൻ എമംഗ്സ്റ്റ് ദ എംപ്ലോയീസിന്റെ മുമ്പിൽ പിടിച്ചൊക്കെ നിർത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിലത്തെ ഒരു അപ്രീസിയേഷൻ, ഒരു അനുമോദനാണ്. കണ്ടോ, ആള് കൃത്യമായിട്ട് നിങ്ങളെ പോലെ തന്നെയല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്, പക്ഷെ ആളതെല്ലാം കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു റോങ് ഒരു കാര്യം നമുക്ക് ആളിൽ നിന്ന് കണ്ടെത്താനാകുന്നില്ല, എല്ലാവരും അതുപോലെ ജോലി ചെയ്യുന്നത് കണ്ടോ. അപ്പൊ അതൊരു ആൾക്കൊരു അപ്രീസിയേഷൻ ആണ്, അത് ആ രൂപമാണ്, അതും ഒരു റിവാർഡ് ഫോം ആണ്, മനസ്സിലായി. അറ്റ് ദ സെയിം ടൈം ഇനി അതേപോലെ തന്നെ ഡിസിപ്ലിൻ മറ്റൊരു വശം കൂടി ഉണ്ട്. എന്താണ്, ഡിസിപ്ലിൻ അല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ്. ഡെയിലി നമുക്ക് ഇത്ര സമയത്താണ് ജോലിക്ക് കയറേണ്ടത്, 9:45 വരുന്നു, പിറ്റേ ദിവസം സെയിം തിങ് ആവർത്തിക്കുന്നു, എല്ലാ ദിവസവും ഇത് തന്നെ. അപ്പൊ എന്താണ്, അത്തരം എംപ്ലോയീസിന്റെ പേരിൽ എന്താ പറയാ പിഴ, അതായത് പെനാൽറ്റി എന്ന് പറയുന്നത് ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് 3 ദിവസമൊക്കെ അടുപ്പിച്ച് ഇതുപോലെ, അടുപ്പിച്ച് മീൻസ് 3 ദിവസം എപ്പോഴെങ്കിലും. ഇപ്പൊ പഞ്ചിങ് ഉണ്ടല്ലോ എല്ലായിടത്തും, ഇപ്പൊ 3 ദിവസമൊക്കെ ഇങ്ങനെ പഞ്ചിങ്ങില് ടൈം മാറി കിടക്കുകയാണെന്ന് വിചാരിക്കുക. 9:30 കഴിഞ്ഞിട്ടാണ് പഞ്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് കേട്ടോ, 9:30 അവിടുത്തെ ഓർഗനൈസേഷനിൽ എത്തിച്ചേരേണ്ട സമയം. പക്ഷെ ഒരു 3 ദിവസം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 3 ദിവസം, അപ്പൊ നമ്മളുടെ PSC ക്വസ്റ്റിനെ ഇതുമ്പോ പറഞ്ഞിട്ടില്ലേ 3 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് പോകുന്നത്, അതുപോലൊക്കെ തന്നെ. അപ്പൊ എന്താണ്, ഇതുപോലെ 3 ദിവസം നമ്മൾ വൈകി വന്നിട്ടുണ്ടെങ്കിൽ 1 ദിവസത്തെ ശമ്പളം കട്ട്, കണ്ടോ, അങ്ങനെയൊക്കെ അത് പെനാൽറ്റിയാണ്, അത് പിഴയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങള് റിവാർഡോ പെനാൽറ്റിയോ കിട്ടാൻ സാധ്യതയുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
ആരാ പറഞ്ഞ? ഡെയിൽ എസ് ബീച്ച് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിരിക്കാം. ബിക്കോസ് ആ ഒരു ഡെഫിനിഷൻ ആര് കൊടുത്തുന്നോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. സോ അടുത്തത് വീണ്ടും മറ്റൊരു ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ ഗാരി ഡെസ്ലർ. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡിസിപ്ലിൻ ഇസ് എ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ ആണ്. കറക്റ്റ് ഓർ പണിഷസ്. കണ്ടോ? കറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പണിഷ് ചെയ്യുന്നു. ആൻഡ് സബോർഡിനേറ്റ് ബിക്കോസ് ഓഫ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ട്, ലംഘിച്ചത് കൊണ്ട് ആളെ കറക്റ്റ് ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, അതിനെ കൂടി നമുക്ക് ഇതിന് വിളിക്കാം ഡിസിപ്ലിൻ എന്ന് വിളിക്കാമെന്നാണ് ഗാരി ഡെസ്ലർ പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു റൂൾ വയലേറ്റ് ചെയ്തു. എന്താ വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ലംഘിക്കുക. വയലേറ്റ് ചെയ്തു. ആ വയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാനത് ചെയ്തു. ഞാൻ റൂള് തെറ്റിച്ചു. അപ്പൊ ആ തെറ്റിച്ചതിനെ എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് പണിഷ്മെന്റ് ഒന്നും അതിന്റെ അർത്ഥം ഞാൻ ചെയ്തത് തെറ്റാണ്, നീ അത് ചെയ്ത് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ആ ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് കറക്റ്റ് ചെയ്യുമ്പോൾ ആരായി? ഞാൻ ആ തെറ്റാണ് ചെയ്തത്, പക്ഷെ അത് ഞാൻ കറക്റ്റ് ചെയ്തു. അപ്പൊ കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം ഞാനൊരു ഡിസിപ്ലിൻ ആണ് അവിടെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതും ഡിസിപ്ലിൻ ആണെന്നാണ് ആര് പറയുന്നത്? ഗാരി ഡെസ്ലർ പറയുന്നത്. രണ്ട് ഡെഫിനിഷനും അണ്ടർലൈൻ ചെയ്യാം. ഡെഫിനിഷൻ യെസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിസിപ്ലിന്റെ സ്വഭാവം, എന്താണ് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ നോക്കാം. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഈസ് ക്ലാസിഫൈഡ് ഇൻടു വേരിയസ് ആസ് ഫോളോയിങ്. താഴെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു 6 നേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിപ്ലിന്റെ സ്വഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ. നോക്കാം, ഇൻ എവറി ഓർഗനൈസേഷൻ നമുക്കറിയാം there are certain objectives. ഒരു ലക്ഷ്യങ്ങളുണ്ട് എല്ലാ ഓർഗനൈസേഷനിലും അല്ലെ. എംപ്ലോയീസ് ജോലിക്ക് വരുന്നു. ആ ജോലിക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്നു. ആ ജോലിക്ക് വരുമ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഉദ്ദേശമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലെ. അതിനല്ല ജോലിക്ക് വരുന്നത്. എന്റെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഒരു ഭാഗം ഞാൻ ജോലിക്ക് വരുന്നത്. പിന്നെയോ പിന്നെന്തിനാ? ടു ഓൾസോ അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. പിന്നെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കും. എന്ത്? ഞാൻ എന്താണോ ഈ ഓർഗനൈസേഷനിൽ കൊടുക്കേണ്ടത്, ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്, ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, അത് നേടിയെടുക്കാൻ വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? അതുകൂടി എന്റെ ലക്ഷ്യം തന്നെയാണ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യമാണ്. കൂടാതെ എന്റെ പേഴ്സണൽ എന്താ പറയാ കാര്യങ്ങൾ നേടുക എന്നുള്ളതും എന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നത്? ചില ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ to achieve all these goals or objectives, ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ഹാവ് ടു ഫോളോ എ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അതിനെന്ത് വേണം? എല്ലാ എംപ്ലോയീസും ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ കീപ്പ് ചെയ്യണം ഓർഗനൈസേഷനിൽ, വിച്ച് ഈസ് നോൺ ആസ് കോഡ് ഓഫ് കോണ്ടാക്ട്, വിച്ച് ഈസ് ഫോർമുലേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ വിളിക്കുക കോഡ് ഓഫ് കോണ്ടാക്ട്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിൽ എംപ്ലോയി എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ ജോലി ചെയ്യുന്ന സമയത്തും അവരതെങ്ങനെയാണ് ക്യാരി ഓൺ ചെയ്യേണ്ടത്, അവിടെ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തെന്ന് വിളിക്കുക നമ്മള്? കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ വാട്ട് ആൾ തിങ്സ് ഹാവ് ടു ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ദേ ഹാവ് ടു ബിഹേവ്, എങ്ങനെ ബിഹേവ് ചെയ്യണം. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ എന്താ പറയാ ഡെവലപ്മെന്റിന് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി, അച്ചീവ്മെന്റിന് വേണ്ടി, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം എംപ്ലോയീസ് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ അതൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ നീ പെരുമാറണം, ഇതാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ്, ഇതൊക്കെ നീ നേടിത്തരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഓർഗനൈസേഷൻ. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ രീതിയിൽ ഫോളോ ചെയ്തിട്ടാണ്. അതിന് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കും. അതെല്ലാം ഫോളോ ചെയ്യാൻ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ബാധ്യസ്ഥനാണ്. അപ്പൊ എന്ത് ചെയ്യും എല്ലാവരും? ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ കീപ്പ് ചെയ്യും. എല്ലാവരും ഒരേ നിലവാരത്തില് അത് പെരുമാറും. അല്ലാണ്ട് ചില ആളുകൾ തോന്നിയ രീതിയിൽ അങ്ങനെയാണോ? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിലേക്ക് നിങ്ങൾ നേരത്തെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്തിട്ടാ പോണേ. അല്ലാണ്ട് ഇന്ന എംപ്ലോയീസിന് ഇങ്ങനെ വേറെ രീതിയിൽ, മറ്റൊരു കൂട്ടം എംപ്ലോയീസിന് വേറെ രീതിയിൽ അങ്ങനെയാണോ ബിഹേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഹാസ് ടു ബി കെപ്റ്റ്. എല്ലാവരും സ്റ്റാൻഡേർഡ് ബിഹേവിയർ കീപ്പ് ചെയ്താണ് പോകുന്നത്. അതാണ് ഡിസിപ്ലിന്റെ ഒരു നേച്ചർ. അപ്പൊ ഡിസിപ്ലിൻ ഉണ്ട് എങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യുക. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് വൺ മനസ്സിലായോ?
പോയിന്റ് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഏതാണെന്നറിയോ? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ടു അച്ചീവ് ദീസ് എന്ന് പറഞ്ഞൊരു വാക്ക് അതിന്റെ ഇടയിൽ കിടക്കണ്ട, ദീസ് വേണ്ട. ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്, employees need to have a standard behavior which can be acquired by following specific code of conduct formulated by the organization. ആ സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തില്ല. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ദീസ് എന്ന് പറയുന്ന ഒരു വാക്ക് പുറത്തൊന്ന് ഇതാക്കിയേക്ക്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ്, ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ എംപ്ലോയീസും അവരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ ഫോളോ ചെയ്ത് പോകുന്നു. അതാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, അടുത്ത എന്താ? ഇറ്റ്സ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഇനി എന്താണ്? മറ്റൊരു ഡിസിപ്ലിന്റെ മറ്റൊരു കാര്യമാണ്, നേച്ചറാണ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. എന്താ ഡിസിപ്ലിൻ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറയാൻ കാരണം? ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു ഫൈൻഡ് ദെയർ മിസ്റ്റേക്ക് ഓർ ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്ക്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ തെറ്റ് ചെയ്യാൻ പോകുമ്പോഴില്ലേ നമുക്കറിയാം അതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന്. അതായത് ഓരോ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എംപ്ലോയീസിനെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ല എങ്കിൽ അറിയിപ്പിച്ചിരിക്കണം. അത് ഓർഗനൈസേഷന്റെ ബാധ്യതയാണ്. ഇന്നതൊക്കെയാണ് ഇവിടുത്തെ രീതി, ഈ രീതിക്കാണ് എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടത് എന്ന് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എംപ്ലോയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ചിട്ട് എംപ്ലോയീസ് ആ രീതിയിലാണ് പെരുമാറുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും സമയത്ത് ഈ പറയുന്ന ഒരു എന്താ പറയാ റൂള് ഞാൻ വയലേറ്റ് ചെയ്യാൻ പോവാണ്, ആ വയലേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന ചിന്ത വരുമ്പോഴേക്കും അറ്റ് ദ സെയിം ടൈം യു ഓൾസോ ഷുഡ് നോ ദാറ്റ്, ഇതുകൂടി അറിയണം എന്ത്? അതിന്റെ ആഫ്റ്റർ ഇഫക്ട്, കോൺസിക്വൻസസ് വൈൽ വയലേറ്റിംഗ് ദിസ് ഡിസിപ്ലിൻ പോളിസി. ഈ ഡിസിപ്ലിൻ പോളിസി ഞാൻ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് കൂടി ആണ് അറിയണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? കണ്ടോ, അത് ചെയ്യാൻ തോന്നില്ല. കാരണം എന്താ? അതിന്റെ ആഫ്റ്റർ ഇഫക്ട് ഇതാണ്. അയ്യോ വേണ്ട വേണ്ട, ആ ഒരു ഇത് റൂള് തെറ്റിച്ചാൽ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാം എന്നുള്ള ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ബി ഡിസിപ്ലിൻഡ് ആയിരിക്കാനുള്ള മോട്ടിവേഷൻ. ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു, അയ്യോ വേണ്ട കേട്ടോ, അത് ചെയ്താൽ തെറ്റാണ്, അത് ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എത്തിക്സിന് എതിരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ സ്വയം മോട്ടിവേറ്റഡ് ആകാണ് അത് ചെയ്യരുത് എന്നുള്ള കാര്യം. കണ്ടോ, അത് എന്നെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഡിസിപ്ലിൻഡ് ആകാൻ. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു കറക്റ്റ് ഹിസ് ഓർ ഹെർ മിസ്റ്റേക്ക് or misconduct after anticipating the consequences they may face if they violate the discipline policy. Clear ആണല്ലോ സെന്റൻസ്? സംഭവം തന്നെയല്ലേ എഴുതിയേക്കണേ? ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ അവിടെ കിടക്കണേ? ആണോ? യെസ്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അത് സെന്റൻസ് അണ്ടർലൈൻ. നേച്ചറിന്റെ ആ ഒരു ബോൾഡ് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില പോയിന്റ് ഞാൻ ഇതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൂടി നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് ആണ്, റൈറ്റ് ഓഫ് മാനേജ്മെന്റ് ആണ്, കൺട്രോളിംഗ് ഫോഴ്സ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ സ്വഭാവം. പക്ഷെ അതിന്റെ ഉള്ളിലും ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് വരച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. Then the next one is positive or negative. ഇനി എന്താ? ഈ പറഞ്ഞ ഡിസിപ്ലിന് പോസിറ്റീവ് സ്വഭാവമുണ്ട്, നെഗറ്റീവ് സ്വഭാവമുണ്ട്. എങ്ങനെയാണ് അത് പോസിറ്റീവ് നെഗറ്റീവ് ആകുന്നത്? നമുക്ക് പറയാം രണ്ട് രീതിയുണ്ട് കേട്ടോ. നെഗറ്റീവ് സ്വഭാവ രീതിയും ഉണ്ട് ഡിസിപ്ലിന്, പോസിറ്റീവ് സ്വഭാവ രീതിയുണ്ട്. അപ്പൊ നോക്കിയേ, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇഫ് എനി എംപ്ലോയി ഈസ് പെർഫോമിംഗ് their duties in the organization, the management will provide positive response to that employee. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, ഒരു കൂട്ടം എംപ്ലോയീസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത് ജോലി ചെയ്തു. ജോലി ചെയ്യാതിരിക്കുന്നതല്ല ഇൻഡിസിപ്ലിൻ. ജോലി ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ ചെയ്യുന്ന ചില മിസ്ബിഹേവിയർ, നമ്മളുടെ ചെയ്യരുതാത്ത ചില അരുതാത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്മോക്കിംഗ് ചെയ്യുന്നു, ഇറ്റ്സ് അഗേൻസ്റ്റ് റൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ റൂൾസിന് അഗേൻസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അത് ചെയ്തു, ആരെങ്കിലും കണ്ടു, പറഞ്ഞു കൊടുത്തു മാനേജ്മെന്റിനോട്, ഇതേ ഇന്ന സ്റ്റാഫ് ഇന്ന എംപ്ലോയി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇറ്റ് ഈസ് അഗേൻസ്റ്റ് റൂൾ. അപ്പൊ ആളെ ശിക്ഷിക്കാം, കറക്റ്റ് ചെയ്യാം, വാൺ ചെയ്യാം. എന്താണോ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ നമ്മൾ ഇനി ഇതിന്റെ ബാക്കി പഠിക്കുന്നുണ്ട്, അന്നേരം പറയാം. ഓക്കെ. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഇഫ് ദേ ആർ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ്
എന്താണ് മാനേജ്മെന്റ് ചെയ്യാം? അവരൊരു പോസിറ്റീവ് ഒരു റെസ്പോൺസ് ആണ് എംപ്ലോയീസിന് കൊടുക്കുക. മേ ബി ഇൻ ദ ഫോം ഓഫ് സം റിവാർഡ്. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ഡിസിപ്ലിൻ ചെയ്യുകയാണെങ്കിൽ റിവാർഡും ഉണ്ട്, പെനാൽറ്റി ഉണ്ട്. അപ്പൊ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ നല്ല രീതിയിൽ ആകുന്ന എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ആ പോസിറ്റീവ് റെസ്പോൺസിന്റെ പേരാണ് റിവാർഡ്. മനസ്സിലായോ? അപ്പൊ ഒരു തട്ടല്, ഒരു ഇത് പറയുന്നു, ആളുകളുടെ ഇന്ന എംപ്ലോയിനെ കണ്ടുപിടിക്കും. കണ്ടോ, ഒരു പടി നമ്മൾ ആൾക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ അല്ലെ, ആളെ ഒന്ന് പുകഴ്ത്തി പറയുന്നു അല്ലെ. കാരണം എന്താ, ആളത് നല്ല രീതിയിൽ എന്താ പറയാ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഡിസിപ്ലിന് പോസിറ്റീവ് നേച്ചർ ഉണ്ടെന്ന് പറയാൻ കാരണം. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഈസ് ഓൾസോ ഹാവിങ് നെഗറ്റീവ് നേച്ചർ ഉണ്ട്. അങ്ങനെ വരുമ്പോ എന്താണ്, മിസ്കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും എംപ്ലോയീസ് വയലേറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലോ, അങ്ങനെ ആവുമ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ ഈ നെഗറ്റീവ് എന്താ പറയാ റെസ്പോൺസ് എങ്ങനെ കൊടുക്കുക, പെനാൽറ്റികൾ രൂപമാകാം അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയ എംപ്ലോയീസിന് എന്താ പറ്റുകയെന്നറിയോ, അവരുടെ ഫ്യൂച്ചർ ഭാവിയിൽ കുറച്ചൊരു എന്താ പറയാ ഒരു തരം താഴ്ത്തലാണ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ ബാധിക്കും. അവരുടെ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അവരുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ഉണ്ടാകുക. കാരണം ഭാവിയിൽ ദോഷമാണ്. കണ്ടോ, അവന്റെ ഒരു പേര് ദോഷം വരുന്നു, എന്താ കാര്യം ചെയ്താണ് കേട്ടോ ആള് അവർ ഓർഗനൈസേഷനിൽ, കണ്ടോ ആ ഒരു പേര് അവിടെ ഇന്നും മായാതെ കിടക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, കിടക്കില്ലേ? ഇല്ലേ? ഇഫ് വി ബിഹേവ് ഇൻഡിസിപ്ലിൻഡ്, ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ രീതി നമ്മള് ആ ഓർഗനൈസേഷനെതിരായി ചെയ്താൽ നമ്മൾക്ക് അങ്ങനെ ഒരു പേര് വന്നു. ആ പേര് നമ്മുടെ ഭാവിയില് എങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ നല്ല പ്രവർത്തികൾ അതിനെ മറക്കാൻ ചെയ്താലും എന്നും കുന്നും അതവിടെ ഇങ്ങനെ കിടക്കും, ഒരു ബ്ലാക്ക് മാർക്ക് പോലെ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡിസിപ്ലിൻഡ് ആയിട്ട് എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആളുകളെ ഒരു പ്രേരണ, ഒരു മോട്ടിവേഷൻ ആണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും, ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെന്റ് എടുക്കും. അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ ബാധിക്കും. അതിന് ഇന്നാള് ശിക്ഷ കിട്ടിയ ആളാണ് കേട്ടോ, ആള് ഇന്നൊരു കാര്യം ചെയ്തു ഓർഗനൈസേഷനിൽ എന്ന് മറ്റുള്ളവർ എന്തായാലും അത് പറയും. അതേസമയം സെയിം ടൈം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ, നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളെ ഒരു പുകഴ്ത്തി പറയുമ്പോഴും ഭയങ്കര ഇതായിട്ട് ചെയ്ത ആളാണ് കണ്ടോ, ആ ഒരു പേരും എന്നും നിലനിൽക്കും. അപ്പൊ നല്ല പേരും ചീത്ത പേരും എപ്പോഴും എന്നും അവിടെ നിലനിൽക്കും. ഇതിന്റെ ഇടയിൽ കിടക്കുന്നവരാണ് എങ്ങും അറിയപ്പെടാതെ പോവുക. ഏറ്റവും ഹൈ പീക്കിൽ നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഏറ്റവും താഴെ മോശമായ രീതിയിൽ നമ്മൾ പ്രസിദ്ധി ആർജിച്ചതായാലും എന്ത് പറ്റും, അത് രണ്ടും എന്നും അവിടെ നിൽക്കും. അപ്പൊ അത് ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെയൊക്കെ എംപ്ലോയിയുടെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പോസിറ്റീവ് നേച്ചറും നെഗറ്റീവ് നേച്ചറും ഏതിനുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? ആ സെന്റൻസുകൾ മുഴുവൻ അണ്ടർലൈൻ ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് നേച്ചർ ഉണ്ട്. പോസിറ്റീവ് വരുമ്പോ എന്ത് കിട്ടും, റിവാർഡ് കിട്ടുന്നു. അതേസമയം നെഗറ്റീവ് ഇമ്പാക്ട് എഫക്ട് വരുമ്പോൾ അത് ആ എംപ്ലോയിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു. ഐ തിങ്ക് ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ചെയ്തോ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചറിലെ 3 സെന്റൻസും സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഓക്കെ. യെസ്, അടുത്തത് എന്താണ്? ഫോർത്ത് വൺ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. ഇനി ഡിസിപ്ലിന്റെ മറ്റൊരു നേച്ചർ ആണ്, ഇറ്റ് മേ ബി വോളണ്ടറി ആൻഡ് ഓൾസോ ഇമ്പോസ്ഡ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടറി, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോ ഞാൻ സ്വയം തന്നെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അനുസരിച്ച്, എനിക്ക് അറിയില്ല എങ്കിലും എന്ത് ചെയ്യും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്തത് ഉണ്ടാകുന്ന റൂൾ എങ്ങനെയാണോ അറിയില്ല. പുതിയതായിട്ട് വരുന്ന ആളുകൾ കുറെയൊക്കെ അവർ പറഞ്ഞു തന്നു, ശരി, പക്ഷെ അതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഓർത്തിരിക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കും, ഒരു ചെറിയ മുൻകരുതൽ. ആരോടെങ്കിലും ചോദിക്കുക, അറിവുള്ളവരോട്, ഇന്നത് ഇത് കുഴപ്പമുണ്ടോ, ഇത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കും. സോ അങ്ങനെ ചോദിച്ച് തിരുത്തി നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അത് ഞാൻ സ്വയം മനസ്സിലാക്കി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണമെന്ന് സ്വയം മനസ്സിലാക്കി ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആകാൻ, സെൽഫ് ഡിസിപ്ലിൻ, അതിനാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്, സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലും വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷേ മറ്റേത് എന്താണ്, ഇമ്പോസ്ഡ്. ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ, ഒരു ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട്
ഡിസിപ്ലിൻഡ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു കേട്ടോ. ഇമ്പോസ് ചെയ്യാണ്, ഇന്നത് നീ ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ, അതിനെയാണ് നമ്മള് ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? വോളണ്ടറി ഡിസിപ്ലിന്റെ മറ്റൊരു പേര് സെൽഫ് ഡിസിപ്ലിൻ, ഇമ്പോസ്ഡ് ഡിസിപ്ലിന്റെ മറ്റൊരു പേര് ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ. ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ ഇറ്റ് ഈസ് ഫോഴ്സ്ഫുള്ളി ഇമ്പോസ്ഡ്, നമ്മളില് വളരെ ഫോഴ്സ്ഫുള്ളി ശക്തമായി എന്താ പറയാ നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്നത്, ചുമത്തുന്നത്, ആ ഡിസിപ്ലിൻ, അതിനെ നമ്മള് ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്നോ അല്ലെങ്കിൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്നോ വിളിക്കും. വോളണ്ടറി അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ സ്വമേധയാ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മള് ഡിസിപ്ലിൻഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ അവർ ഓൺ വില്ല്, നമ്മളുടെ തന്നെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന ഡിസിപ്ലിൻ. ക്ലിയർ ആയോ? വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, അതും അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ, ഫുൾ സെന്റൻസുകൾ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ രീതിയിലുണ്ട് ഡിസിപ്ലിൻ? നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ, രണ്ട് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു, പോസിറ്റീവ് നേച്ചറും നെഗറ്റീവ് നേച്ചറും. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ്, ഇമ്പോസ്ഡ് അല്ലെങ്കിൽ എന്താ പറയാ ഒബ്ലിഗേറ്ററി എന്ന് പറയുന്ന ഡിസിപ്ലിനും, അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഏതാണ് സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ വോളണ്ടറി ഡിസിപ്ലിൻ. ക്ലിയർ ആണല്ലോ? ആ ഫുൾ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കോ, ബ്രാക്കറ്റ് ഇടുകയോ ചെയ്യുക. Then next one എന്താണ്? റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഇനി എന്താണ് ഡിസിപ്ലിന്റെ മറ്റൊരു നേച്ചർ? നമുക്കറിയാം, the organization have implemented many rules and regulations for the employees for the betterment of the achievement. നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന്, ബെറ്റർമെന്റിന്, ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ എന്നുള്ളത് എന്താ പറയാ, അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റ്, ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല അത് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എംപ്ലോയീസിൽ ഇമ്പോസ് ചെയ്യുന്നത്. പിന്നെ എന്തിനുകൂടി വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഓൾസോ ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അവകാശം കൂടിയാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം എംപ്ലോയീസ് തന്റെ കീഴിൽ ഉണ്ടാകുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ അവകാശമാണ്. ഡിസിപ്ലിൻഡ് അല്ലാതെ പെരുമാറിയാൽ എന്ത് പറ്റും? ഭയങ്കരമായിട്ട് എല്ലായിടത്തും കിടന്ന് ഉഴക്കുന്നു, അതുപോലെ തന്നെ കൃത്യമായ ജോലി ചെയ്യുന്നില്ല, സമയത്തിന് ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ഉഴപ്പ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ തന്നെ ഒരു എന്താ പറയാ ഒരു തകർച്ചയാണ് ശരിക്കും പറഞ്ഞത്. അതേസമയം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ അവകാശമാണത്. അപ്പൊ ഈ രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷൻ വെക്കുന്നത്? ഒന്ന് ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിനും ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റിന്റെ അവകാശം കൂടി കൂടിയിട്ടാണ്. സോ അങ്ങനെ വരുമ്പോ എന്താ പറയാ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഇഫ് എനി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇഫ് എനി ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് സം അൺഫെയർ ഓർ അൺജസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില ഫെയർ അല്ലാത്ത, ന്യായമല്ലാത്ത, എന്താ പറയാ ജസ്റ്റിസ് ആയിട്ടുള്ളതല്ലാത്ത, അതായത് നീതിയില്ലാത്ത രീതിയിലുള്ള ചില റൂൾസ് ഒക്കെ കൊണ്ടുവന്ന അതെന്താണ് എംപ്ലോയീസിന് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല, അത് അവരെന്ത് ചെയ്യും? ലംഘിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെ അല്ലാത്തത് എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നാലും, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്ത് കൊണ്ടുവന്നാലും അത് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ അവകാശമാണ്. അത് ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ്. അതല്ല ഇമ്പോസ് ചെയ്യാണ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമാണ്, പറ്റാത്ത കാര്യം ചെയ്യിപ്പിക്കുക, അത് നമ്മൾ എംപ്ലോയീസ് ചിലപ്പോൾ ഡിനൈ ചെയ്യാം. എന്താണ് ഡിനൈ ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ? നിരസിക്കുക, ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ചിലപ്പോൾ കൂട്ടാക്കുകയാണ്. ക്ലിയർ ആയോ? റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. ഇംപ്ലിമെന്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൺ ദ എംപ്ലോയീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് നീഡ്, അത്യാവശ്യമാണ്, ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ആ ഒരു സെന്റൻസ് മാത്രം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, അടുത്ത നേച്ചർ എന്താണ്? ഡിസിപ്ലിന് മറ്റൊരു നേച്ചർ കൂടിയുണ്ട്, കൺട്രോളിംഗ് ഫോഴ്സ് ആണ്. കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയന്ത്രിക്കുന്ന ഒരു ശക്തി കൂടിയാണ്. എന്താണ് നിയന്ത്രിക്കുന്നത്? നമ്മളുടെ പ്രവർത്തികളെ, നമ്മളുടെ ആക്ട്സിനെ, നമ്മളുടെ ഓരോ പ്രവർത്തികളെയും നിയന്ത്രിക്കും, റെഗുലേറ്റ് ചെയ്യും. കാരണം ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയി, നേരത്തെ പറഞ്ഞ പോയിന്റിനകത്ത് വന്ന ഒരു കാര്യം തന്നെയാണ്. എംപ്ലോയീസിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എന്താ പറയാ ആ ഒരു ഉതകുന്ന രീതിയിൽ, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പെർഫോമൻസുകളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ എന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറയാൻ വേണമെങ്കിൽ, അതായത് യൂഷ്വലി നമ്മുടെ വീടുകളിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുറച്ച് പണിയൊക്കെ തീർന്ന് ചിലപ്പോ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചിലപ്പോ ലഞ്ച്, നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം എപ്പോഴും എല്ലാവരും ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകള് അല്ലെ. എന്ത് ചെയ്യും, എന്താ ഈ ഇത് കൂടെ കഴിയട്ടെ, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടി ചിലപ്പോ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോ 3 മണിക്ക് 4 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിലായിരിക്കുമ്പോ കഴിക്കുക അല്ലെ. അതങ്ങനെയാണ്. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ജോലി കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എല്ലാവരും ഞാൻ വീട്ടിൽ ഇങ്ങനെയൊക്കെയാ 4 മണിക്ക് 3 മണിക്കൊക്കെ കഴിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ കഴിച്ചോളാം, ബാക്കിയുള്ളവരൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ആള് മാത്രം എപ്പോഴും ഇടത്തേക്ക് വരുന്നത് 4 മണിക്കൊക്കെയാ. ഇറ്റ്സ് അഗേൻസ്റ്റ് ദ റൂൾ അല്ലെ. അവിടെ ഒരു ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ ദാറ്റ്. അത് ഫോളോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. അപ്പൊ നമ്മളുടെ അത്തരം ആക്ടിവിറ്റീസ് കണ്ടോ നമ്മൾ റെഗുലേറ്റ് ചെയ്യാണ്. കാരണം എന്താ, നമ്മളത് നിയന്ത്രിച്ച് നമ്മളെ അവരുടെ കീഴിലേക്ക്, ഏതിലേക്ക്, ഓർഗനൈസേഷന്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനമാക്കി കൊണ്ടുവരാണ്. കാരണം നമ്മൾ വീട്ടിൽ ഇത്രയും സമയത്തൊക്കെ കഴിച്ച എന്റെ ജോലിയൊക്കെ ഒതുക്കി ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാ കഴിക്കുക, അതുപോലെ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നതിലല്ല കാര്യം. ഇവിടെ ഒരു റൂൾ ഉണ്ട്, എല്ലാവരും ഈ സമയത്താണ് എല്ലാവരും ലഞ്ച് ബ്രേക്ക്, സോ ഹാവ് ടു ഫോളോ. ആ സമയത്ത് എല്ലാവരോടൊപ്പം കഴിക്കുക അല്ലെ. അതിനുശേഷം നമ്മൾ ഇന്ന സമയത്ത് വീണ്ടും ഡ്യൂട്ടിക്ക് കയറണം. 1:30 അങ്ങനെ, 2 മണിക്കാണെങ്കിൽ അങ്ങനെ, എപ്പോഴാണോ കയറേണ്ടത് അത് ആ സമയത്ത് നമ്മളവിടെ നമ്മുടെ ഡെസ്കിൽ ഉണ്ടായിരിക്കണം. അത് അവിടെ ഉണ്ട്, ശരി, ഓക്കെ, ഞാൻ കഴിച്ചില്ല, ഞാൻ ആ സമയത്ത് ചെയ്യുന്നു. അതല്ലാതെ ഇടയിൽ പോയിട്ട് 4 മണിക്ക് പോയി എല്ലാവരും ജോലി ചെയ്യുന്ന സമയത്ത് പോയിരുന്ന് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കുക, അതൊക്കെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയൊരു നിസാര കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അത് മാത്രമല്ല വലിയ വലിയ കാര്യങ്ങളും ആളുകൾ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളത് ഫോളോ ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസിപ്ലിൻ ആക്ട്സ് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ഇറ്റ് റെഗുലേറ്റ്സ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓർ ബിഹേവിയർ ഓഫ് എംപ്ലോയീസിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേണിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? കൺട്രോളിംഗ് ഫോഴ്സ് ചെയ്തോ? ചെയ്തില്ലേ? യെസ്. നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഡിസിപ്ലിന്റെ നേച്ചർ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, എന്ത് കാര്യത്തിനാണ് ഈ ഡിസിപ്ലിൻ ഈ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസിപ്ലിൻ ഈസ് ടു achieve the goals of the organization. നമുക്കറിയാം, every organization has set some rules and regulations which are to be followed by the employees for acquiring or achieving desired objectives. ഓർഗനൈസേഷൻ കുറെ ഇങ്ങനെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓർഗനൈസേഷൻ ഹാവ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദ എംപ്ലോയീസ്. ഇതെന്തിനാണ് റെഗുലേഷൻസും റൂൾസും കൊണ്ടുവന്നേക്കണേ? എംപ്ലോയീസിനെ അവരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് ഈസി ആയിട്ട് എളുപ്പം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾസ് എളുപ്പത്തിൽ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇഫ് ദ എംപ്ലോയീസ് ആർ നോട്ട് ഡിസിപ്ലിൻഡ് അല്ല എന്ന് വിചാരിക്കുക, then the organization cannot work effectively and efficiently. അങ്ങനെ ഒരു ബന്ധം പറ്റും. ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ കാര്യക്ഷമതയോടെയോ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടോ ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രവർത്തനവും താറുമാറാകും. കാരണം എന്താ, ഒരു ഡിസിപ്ലിനും ഇല്ല എംപ്ലോയീസിന്. എംപ്ലോയീസ് ഒന്നും ഡിസിപ്ലിൻഡ് അല്ല. അങ്ങനെ വരുമ്പോ അത് ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും, എഫിഷ്യൻസിയെ ബാധിക്കും. സോ ദ മാനേജ്മെന്റ് ഷുഡ് ടേക്ക് മാക്സിമം എഫേർട്ട്. Management should try for maintaining discipline among the employees. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മാനേജ്മെന്റും, ഏതൊരു ഓർഗനൈസേഷനിലായാലും അവിടുത്തെ മാനേജ്മെന്റ് മാക്സിമം എഫേർട്ട് എടുത്ത് എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആകാനായിട്ട് ശ്രമിക്കണം. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആയാൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, എന്ത് നടക്കുള്ളൂ, അവിടെ ഓർഗനൈസേഷന്റെ ഗോൾസ്, അവർ സെറ്റ് ചെയ്ത ഗോൾസ് അത് നേടിയെടുക്കാനായിട്ട്, സമയത്തിന് നേടിയെടുക്കാൻ പറ്റുള്ളൂ. എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ ആ ഒരു പോയിന്റ്? മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പോയിന്റ് മാത്രം, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അതില് തേർഡ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ്, the organization cannot efficiently work efficiently and effectively. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇഫ് തുടങ്ങി അടുത്ത പേജിലാണ് പിന്നെ വന്നേക്കണേ എഫിഷ്യന്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി വരെ. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ വർക്കേഴ്സ് അതായത് വർക്ക് എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ അടുത്ത സെന്റൻസ് മാനേജ്മെന്റ് ഷുഡ് ടേക്ക്, അതാണ് പറയുന്നത്, മാക്സിമം എഫേർട്ട് ഷുഡ് ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ആ ദസ് എന്നുള്ളത് വേണ്ട, ദസ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം മാക്സിമം എഫേർട്സ് എന്ന് തുടങ്ങി അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? അപ്പൊ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. അപ്പൊ ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താ, ഇനി എന്താ ഡിസിപ്ലിൻ കൊണ്ടുള്ള മറ്റൊരു ലക്ഷ്യം, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, എംപ്ലോയീസിനെ റെസ്പോൺസിബിൾ ആക്കാൻ. എന്ന് വെച്ചാൽ ഇഫ് ദേ ആർ ഗോയിങ് ടു ഡു എനി മിസ്റ്റേക്ക് ഓർ ഇറസ്പോൺസിബിൾ ബിഹേവിയർ from the part of the employees, it is the discipline which helps to avoid such a situation. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയർ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്, അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഡിസിപ്ലിൻ നമ്മളെ എന്താക്കും, ഒരു അവയർനെസ് തരും നമുക്ക്, എന്ത് അത് പാടില്ല, അത് തെറ്റാണ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ എന്നൊരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പാസ് ചെയ്തു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യും, അയ്യോ ചെയ്യാൻ പാടില്ല. കാരണം അത് എന്ന് പറയുന്നത് എന്റെ ഡിസിപ്ലിനെ ബാധിക്കുന്നതാണ്. കാരണം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻസ് പരമാവധി ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. സോ അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വം വന്നു. കാരണം എന്താ, ആ ഉത്തരവാദിത്വമാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ? ശരിയാണോ? നിങ്ങൾ പറഞ്ഞേ. ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ എന്താണ്, ഡിസിപ്ലിൻ മേക്സ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ടു ഫോളോ the rules and regulations in a systematic way. അപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു പ്രത്യേക രീതിയിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതൊക്കെ ഫോളോ ചെയ്തു പോകാനും, അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ, നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ ആ ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് വരും. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാത്രമേ അതൊക്കെ വരുള്ളൂ. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ വന്നാലും അങ്ങനെ ഇത് തെറ്റാണ് ചെയ്യാൻ പോണേ, കുഴപ്പമില്ല, ഞാൻ തെറ്റാണെങ്കിലും ഞാൻ ചെയ്യുകയാണ്, ബിക്കോസ് എനിക്ക് ആ ഒരു ഡിസിപ്ലിൻ എനിക്കില്ല. അതുകൊണ്ട് അത് എനിക്കറിയാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ഞാനത് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഐ എം നോട്ട് ഡിസിപ്ലിൻഡ്, ഞാനൊരു ഡിസിപ്ലിൻഡ് എംപ്ലോയി അല്ല. ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനെ കുറിച്ചൊരു ബോധറിങ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ അവോയ്ഡ് സച്ച് എ സിറ്റുവേഷൻ. അത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ ഇല്ലാണ്ടാക്കി കഴിയും, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും, അല്ലെ? അതന്നെ, അതാണ് നമ്മുടെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസിബിൾ behavior on part of the employees. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചെയ്തോ? പറയട്ടെ അടുത്തത് bring or bringing desired behavioral changes in employees. നേരത്തെ മറ്റേ നേച്ചറിൽ പറഞ്ഞതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. അത് ഡിസിപ്ലിനിലൂടെ, അച്ചടക്ക മര്യാദയിലൂടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ, പെരുമാറ്റത്തില് ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ. ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ എന്റെ സ്വഭാവം പല രീതിയിലാണ് ആയിരിക്കും, പക്ഷെ ഇവിടെ ഞാൻ ഏത് രീതിയിലുള്ള സ്വഭാവം ഉണ്ടാക്കണം അല്ലെങ്കിൽ പെരുമാറണം എന്നുള്ളത് ഓർഗനൈസേഷനെ തീരുമാനിക്കണം, അല്ലേ? ആലോചിക്കേ, ആണോ അല്ലേ? എന്റെ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം, അല്ലെ? ആ രീതി തന്നെ ഇവിടെ ഞാൻ പെരുമാറുള്ളൂ എന്ന് ചോദിച്ചാൽ പറ്റൂല. കാരണം എന്താ, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത്. സോ ഐ ഹാവ് ടു ഫോളോ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇവിടുത്തെ രീതിയും ഫോളോ ചെയ്യണം. എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണോ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത്, ഡിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള
ബിഹേവിയറൽ ചേഞ്ചസ് എംപ്ലോയീസിൽ കൊണ്ടുവരാൻ പറ്റും, ഡിസിപ്ലിന് പറ്റും കേട്ടോ. ബ്രിങ്ങിങ് എന്നോ അല്ലെങ്കിൽ ബ്രിങ് എന്ന് മാത്രമായാലും മതി, ഏതായാലും മതി. എന്തായാലും ഇത് രണ്ടാണെങ്കിലും അവിടെ സെന്റൻസിൽ സോറി ആ വേർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തിരുത്തിയേക്ക് കേട്ടോ. BRINGING ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ ആവശ്യം വേണ്ട, ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബ്രിങ് എന്നുള്ളതായാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു IN അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞേക്കാം. ബ്രിങ് എന്നാക്കാനാണെങ്കിൽ ഒരു IN അവിടെ വെട്ടിച്ച് കളയാം. അല്ല ബ്രിങ്ങിങ് എന്നാക്കാനാണെങ്കിൽ ഒരു 2 INന്റെയും ഇടയിലായിട്ട് ഒരു G ചേർക്കുക. എന്താണ് ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? തെറ്റില്ല അവിടെ സ്പെല്ലിങ്ങില്. ആ തെറ്റ് നമുക്ക് ഇനി അവിടെ അത് എങ്ങനെ വായിക്കണ്ടേന്ന് നമുക്ക് അറിയില്ല, ബിക്കോസ് അത് അവിടെ തെറ്റി കിടക്കുന്നതുകൊണ്ടാ. തെറ്റി നിങ്ങൾ ശരിയായി വായിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. 3rd പോയിന്റില് ആ ബ്രിങ്ങിങ് എന്നോ ബ്രിങ് എന്നോ ഏതായാലും കുഴപ്പമില്ല. ബ്രിങ്ങിങ് ആകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ടെൻസ് ആകും, ബ്രിങ് എന്ന് പറയുമ്പോൾ റൂട്ട് ഫോം ഓഫ് ദ വെർബ് ആകും. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ രണ്ടും എന്താണ് അർത്ഥമാക്കുന്നത്? എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ എന്ത് സഹായിക്കും നമ്മളുടെ, അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാ? അതായത് ഡിസിപ്ലിൻ ആണ് ഒരാളുടെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു സാധനം. നമ്മൾ ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബിഹേവ് ചെയ്തിരുന്നുണ്ടോ, വലുതാകുമ്പോൾ നമ്മൾ അത് തെറ്റാണെന്നും അത് ശരിയായ രീതിയല്ലാന്നും മനസ്സിലാക്കി എന്ത് ചെയ്യും, നമ്മളത് പിന്നീട് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ. ഓർഗനൈസേഷനിൽ ഏതൊക്കെ രീതിയിലുള്ള റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണോ അതനുസരിച്ച് മാറ്റം വരുത്തി നമ്മളിൽ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാനായിട്ട് എന്ത് സഹായിക്കുന്നു? ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വിൽ ഹാവ് ഗുഡ് ടോളറൻസ്. നല്ല ഡിസിപ്ലിനുള്ള ആളുകളൊക്കെ ആണെങ്കിലേ എന്തുണ്ടാകും? അവർക്ക് ഭയങ്കര എന്താ പറയാ ടോളറൻസ് കഴിവായിരിക്കും, സഹനശക്തി. അതന്നെ, നല്ലൊരു സഹനശക്തി ഉണ്ടായിരിക്കും. മാത്രമല്ല ദേ ക്യാൻ ഓൾസോ മേക്ക് ചേഞ്ചസ് ഓർ അഡ്ജസ്റ്റ്മെന്റ്സ് അക്കോർഡിംഗ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഏത് രീതിക്കും നിലയ്ക്കും എന്ത് ചെയ്യാം, പല അഡ്ജസ്റ്റ്മെന്റും എടുക്കാനായിട്ട് തയ്യാറാകും. ഓർഗനൈസേഷൻ ഇടയ്ക്ക് ചില ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അതിനോട് അഡ്ജസ്റ്റഡ് ആകാൻ ആര് തയ്യാറാകും? ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് തയ്യാറാകും. ഇൻഡിസിപ്ലിൻഡ് ആയവരോ എന്ത് ചെയ്യും? ഇതാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കണ്ടോ, അവർ പ്രതികരിക്കുന്ന രീതിയിലാണ്, അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അങ്ങനെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. ഓക്കെ, പക്ഷെ ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ വാട്ട് എവർ ചേഞ്ചസ് ദ ഓർഗനൈസേഷൻ ഈസ് അഡോപ്റ്റിംഗ്, എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ അതൊക്കെ എന്താ പറയാ എളുപ്പം ഏറ്റെടുക്കാനും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും എംപ്ലോയീസ് തുടങ്ങും. മനസ്സിലായോ? അത് ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആണെങ്കിലേ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ദേ ഹാവ് ഗുഡ് ടോളറൻസ്. നല്ല സഹനശക്തി ഉള്ളവരായിരിക്കും. സഹനശക്തി ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഏത് ഇതിനും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ. ചില വീടുകളിൽ അങ്ങനെയല്ലേ, ചില ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കും പക്കാണും ബഹളവും ഒക്കെ അല്ലെ. ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 2, ഇങ്ങോട്ട് പറഞ്ഞാൽ 2, 3 അങ്ങനെയൊക്കെ. പക്ഷെ ചില ആളുകൾ എന്താ, ആരെന്ന് പറഞ്ഞാലും അതിനകത്തേക്ക് അഡ്ജസ്റ്റഡ് ആയി പോകും. എന്ന് വെച്ചാൽ അവിടെ വഴക്കും ബഹളവും ഒക്കെ കുറെ കുറവായിരിക്കും. റൈറ്റ്, ക്ലിയർ ആയോ? സോ ഇഫ് യു ആർ മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഡിസിപ്ലിൻ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ, ഓർഗനൈസേഷനിൽ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ they can make changes in the behavior of employees. എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ എന്തുണ്ടാക്കാൻ പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ബിഹേവിയർ ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇവരെങ്ങനെയായിരുന്നു, എങ്ങനെ ഇവിടെ പെരുമാറുന്നത്, അതൊക്കെ വേണം. ചെക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ലോ പെർഫോമേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ലോ പെർഫോമേഴ്സ് വളരെ ഇങ്ങനെ പെർഫോമിങ്ങിന്റെ ലെവലൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിനെ ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ബെറ്റർ പെർഫോമൻസ് ആക്കി മാറ്റാൻ പറ്റും. കാരണം എന്താ, അവര് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആകണം. ഈ പറയുന്നത് കേട്ടും കണ്ടും അറിഞ്ഞും ചെയ്തും അതൊക്കെ പ്രാവർത്തികമാക്കിയും they can become high level performers. നല്ല ലെവലിലുള്ള പെർഫോമേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അതും ഇതിന്റെ ഡിസിപ്ലിൻ കൊണ്ടുള്ള ഒരു വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ് ഡിസിപ്ലിന്റെ. ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റ് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഹാവ് ഗുഡ് ടോളറൻസ് ലെവൽ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. And make adjustments easily to achieve the standards of organization. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം അടുത്ത ഇതിനകത്ത് കേട്ടോ, അടുത്ത പാരഗ്രാഫിലായിട്ട് കുഞ്ഞു പാരഗ്രാഫ് എടുക്കണ്ട്. ദസ് വേണ്ട. ഇഫ് ആൻ ഇഫക്റ്റീവ്
discipline policy is created by an organization, it can improve the low performers of the company to better performers and compel them to achieve organizational goals. Thus മാറ്റി if തുടങ്ങി അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Okay. Clear അല്ലേ? നെക്സ്റ്റ് പോയിന്റ് കൺട്രോളിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഡിസിപ്ലിന്റെ ലക്ഷ്യമാണ്. ഡിസിപ്ലിന്റെ മറ്റൊരു ലക്ഷ്യമാണ് എല്ലാ എംപ്ലോയീസിനെയും നിയന്ത്രിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അപ്പൊ ഒരു ഡിസിപ്ലിൻ പോളിസി ഷുഡ് ബി സെറ്റ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലും അവരവരുടേതായ ഡിസിപ്ലിൻ പോളിസി ഉണ്ടായിരിക്കും. അത് നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട മെയിൻ മോട്ടീവ്, മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിനെ ടു കൺട്രോൾ, സ്ട്രോങ് കൺട്രോൾ ഓവർ ദം. അവർ എംപ്ലോയീസിനെയൊക്കെ നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി. എന്ന് വെച്ചാൽ എന്താ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നേരം വൈകി വരാൻ സാധ്യതയുള്ളവന്മാരെ കൃത്യം സമയത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്താ ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരാൻ പറ്റുക? സമയം വൈകി വരുന്നവർക്ക്, ഇപ്പൊ ഇന്ന് വൈകി വന്നു, ഇന്നത്തെ ഹാഫ് ഡേ കട്ട്, അങ്ങനെയൊക്കെയുള്ള നല്ല ഡിസിപ്ലിൻ പോളിസിയൊക്കെ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? കൃത്യമായിട്ട് എല്ലാവരും വരാൻ നോക്കും. കാരണം എന്താ, ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ പകുതി കട്ട് ചെയ്താൽ അത്രയും പോയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെയും ഏത് വിധേനയും അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് സമയത്തിന് അല്ലെങ്കിൽ അതിന് ഇച്ചിരി മുമ്പെങ്കിലും എത്താനായിട്ട് എംപ്ലോയീസ് ശ്രമിക്കും. അതാണ് ഡിസിപ്ലിൻ പോളിസി. അപ്പൊ നല്ല നല്ല പോളിസി കൊണ്ടുവരണം അല്ലെ? ഇപ്പൊ നമ്മള് വെറുതെ എങ്കിലും പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നവരല്ലേ, ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ന്യൂസ്, മറ്റു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചിന്തിക്കില്ലേ, ഇവരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യണേ? മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക്, മനുഷ്യനായി കാണാത്ത ആളുകളുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ട് ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? പല പല കുറ്റകൃത്യങ്ങള് കുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ എന്താ പറയാ നിസ്സഹായർക്കെതിരെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, വൈ ദേ ഡു ഇറ്റ്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? എങ്ങനെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നു? എന്തങ്ങനെ ചെയ്യണേ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ തന്നെ പറയുന്നു. ഇത് ഇവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകതയാണ്. പറയൂലേ നമ്മള്, ഇവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകതയാണ്. കാരണം ഇന്ന് നമ്മളൊരു വാർത്ത കേട്ടു, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്, പിടിക്കപ്പെട്ടു, എന്താ പറയാ പോലീസ് പിടിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതേ സെയിം വാർത്ത തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണ്. അത് തന്നെയല്ല, നേരത്തെ അല്ല, വേറൊരാൾ ചെയ്യുന്നതായിട്ട്. ബിക്കോസ് അതെന്താ, അത് നമ്മളുടെ നിയമങ്ങളുടെ ഫോൾട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ നിയമങ്ങളുടെ പ്രത്യേകതകളാണ്. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ പറയും, അപ്പൊ തന്നെ നമ്മൾ പറയും അല്ലെ, ഓ ഇത് അവിടെ എങ്ങാനായിരിക്കണം. പറയാറില്ലേ നമ്മള്? ഞാനൊക്കെ പറയാറില്ലേ? നിങ്ങൾ അങ്ങനെ വാർത്ത കേൾക്കുമ്പോ കുട്ടികളോടും സ്ത്രീകൾക്കെതിരെയും വൃദ്ധരായവർക്കെതിരെയും ഒക്കെ ഓരോ കൃത്യങ്ങള് ആളുകൾ ചെയ്യുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോ അവരെ പോലീസ് പിടിച്ചു എന്ന് പറയും. പോലീസ് പിടിക്കുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ പിന്നീട് എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല അല്ലെ? അത് അവിടെ പിന്നീട് നമുക്കറിയാം, അതിന്റെ ബാക്കി പിൻവാതിലൂടെ പോരുന്നു, അങ്ങനെ ഇങ്ങനെ കേൾക്കും. പക്ഷെ ഇത് പുറം രാജ്യങ്ങളിലാണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം കുറ്റകൃത്യങ്ങൾ, അത്തരം എന്താ പറയാ ഇത്തരം മിസ്കണ്ടക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ അവിടെ വളരെയധികം കുറവാണ്. കാരണം എന്താ, അവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. പെട്ടെന്ന് തലയിൽ വെട്ടിക്കളയും, അപ്പൊ തന്നെ വെടിവെച്ചു കൊല്ലും, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണ്. അപ്പൊ അവിടെ കുറ്റകൃത്യങ്ങളുടെ അത് കുറവാണ് എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പൊ ഓർഗനൈസേഷൻസിലും ഇതുപോലെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ആളുകള് എന്ത് ചെയ്യണം? അത് എല്ലാവരെയും ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി ഓരോ ഡിസിപ്ലിൻ പോളിസീസ് ഒക്കെ കൊണ്ടുവരുന്നത് അവരെ കൺട്രോൾ ചെയ്യണം, അവരെ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡിസിപ്ലിൻ ബിഹേവിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹയർ അതോറിറ്റീസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികൃതരായിട്ടുള്ള ആളുകള്, അവർക്ക് ദേ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് എ ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസ് ആരെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്, അവര് എന്തെങ്കിലും മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മിസ്ബിഹേവിയർ ചെയ്യാൻ പോകുമ്പോ അവർക്കൊരു എന്താ പറയാ ഒരു ഇതാണ്, അവരെ ഫോഴ്സ് ചെയ്യാണ് എന്ത്, അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അങ്ങനെ ഒരു വയലേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇന്ന കാര്യങ്ങളായിരിക്കും ഓർഗനൈസേഷനിൽ നിന്ന് ഉണ്ടാകുക. കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഡിസിപ്ലിൻ പോളിസി സാധിക്കും. അപ്പൊ ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് ഓർക്കും, അതിന്റെ ശിക്ഷാ നടപടികൾ എന്താണെന്ന്. അത് ഓർമ്മ വരുമ്പോ പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല, അതാണ്, ചെയ്യേണ്ടി വരില്ല, അതാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ, എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും എന്തിനു സാധിക്കുന്നു? ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? കൺട്രോളിങ് എംപ്ലോയീസ്, യെസ്. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ മെയിൻ മോട്ടീവ് ഓഫ് ക്രിയേറ്റിംഗ് ഡിസിപ്ലിൻ പോളിസി ഫോർ ദ എംപ്ലോയീസ് ഈസ് ടു ഹാവ് സ്ട്രോങ്ങർ കൺട്രോൾ ഓവർ ദം.
Okay, and the last point ആണ് maintaining cordial relationship between relation between management and the employee. ഇനി ഒരു നല്ലൊരു ബന്ധം, കോർഡിയൽ ആയിട്ടുള്ളത്, എന്താ പറയാ, ഒരു നല്ലൊരു ആത്മബന്ധം ആരൊക്കെ തമ്മിൽ, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ കീപ്പ് ചെയ്യാനും ഡിസിപ്ലിൻ പോളിസി സഹായിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോ ഡിസിപ്ലിൻ പോളിസി ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയേണ്ട വരുന്നില്ല. ഇപ്പൊ മാനേജ്മെന്റിനായിക്കോട്ടെ എംപ്ലോയിയോട് മുഖം കറുത്ത് സംസാരിക്കേണ്ടി വരില്ല. എല്ലാവരും ഡിസിപ്ലിൻ ആണെങ്കിൽ വേണ്ടി വരുമോ അത്? ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയാ, അവരെ ശിക്ഷിക്കുക, ഇത്തരം ശിക്ഷാ നടപടികൾ കൊണ്ടുവരിക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ കോർഡിയൽ റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു നല്ല ബന്ധമാണെങ്കിൽ, ഈ നല്ല ബന്ധം എങ്ങനെ ഉണ്ടാകുക? എല്ലാവരും ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മാനേജ്മെന്റ് ഇടപെടുന്നതും അവരെ എന്താ പറയാ പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റും എംപ്ലോയീസ് തമ്മിലൊരു പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരും, തെറ്റിദ്ധാരണകൾ വരും, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ പോളിസി ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്. ഈ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം അത് ഇറ്റ്സ് നോട്ട് ടു സ്പോയിൽ ദ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്തല്ല, ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടല്ല അത് കൊണ്ടുവരുന്നത്. പക്ഷേ നോട്ട് ദ എയിം ഓഫ് ആ ഡിസിപ്ലിൻ പോളിസിയുടെ എയിം അതല്ല. അപ്പോ എന്താണ്, അവർ തമ്മിലൊരു നല്ല ബന്ധം കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാണ്ട് എപ്പോഴും വഴക്കായിട്ട് എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയനുമായിട്ട് എപ്പോഴും വഴക്കും വെക്കാനോ ഒക്കെ ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അവർ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ സച്ച് good relationship between employees and unions and also cooperation, അവരുടെ സഹകരണം, അവരുടെ എന്താ പറയാ ട്രസ്റ്റ്, എന്താ പറയാ അവരുടെ വിശ്വാസവും ഒക്കെ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഇസ് വെരി വെരി എസെൻഷ്യൽ. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യൂണിയനും മാനേജ്മെന്റും എംപ്ലോയീസും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തകർക്കുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ പോളിസിയുടെ ഉദ്ദേശം. നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ പോളിസിയുടെ ഉദ്ദേശം. അതിനൊരു നല്ല ഡിസിപ്ലിൻ പോളിസി എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റിന്റെ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് എനി എംപ്ലോയി കോസസ് എ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. ആ ഒരു സെന്റൻസും അതിനുശേഷം ദസ് കളഞ്ഞിട്ട്, ദസ് വേണ്ട, in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. Adu. Why should you appoint the fifth one? Why should? വായിച്ചല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ. സോ അടുത്ത ഒരു ഭാഗമാണ് ഡിസിപ്ലിന്റെ നേച്ചറും നമ്മൾ കണ്ടു, ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. എത്ര രീതിയിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്? 3 പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ ആൻഡ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. 3 രീതിയിലുണ്ട് കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന്റെ കുറച്ച് 2 പേര് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനും ഉണ്ട്. പിന്നെ പ്രോഗ്രസീവ് ഡിസിപ്ലിനും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ അടുത്ത ഭാഗം വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു.